ഹായ് ഓൾ, എൻ്റെ പേര് സച്ചിൻ. എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം അല്ലേ. കഴിഞ്ഞ കുറെ അധികം ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് നിങ്ങൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരിക്കും. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് ആരോഗ്യക്ഷേമ പദ്ധതി, സാമൂഹ്യക്ഷേമ പദ്ധതിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഇതും ഉറപ്പാണ്, ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻ തന്നെ വരുമെന്നല്ല പറഞ്ഞർത്ഥം. സർക്കാർ ലെവലുകളിൽ കുറേയധികം പ്രോജക്റ്റുകളുണ്ട്, അത് പഠിക്കാൻ എളുപ്പമാണ്. സർക്കാരിന്റെ സൈറ്റുകളിലൊക്കെ കിടക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് വായിക്കാം, നോക്കാം. ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്ത്? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്, പക്ഷെ ഈ ക്വസ്റ്റ്യനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. നമുക്കതിനെ എല്ലാം ഇങ്ങനെ തോണ്ടിയെടുക്കാം. ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്ത്? ജീവനം പദ്ധതിയാണോ, ശരണ്യാണോ, സ്നേഹപൂർവമാണോ, സ്പെക്ട്രം ആണോ? അപ്പൊ എല്ലാം ഒരു കണക്ഷൻ ഉണ്ടെന്നൊക്കെ തോന്നും. നമുക്ക് നോക്കാം. ഇതിന്റെ ആൻസർ ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിയുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റ് ആണ്. ഏതാ? സ്പെക്ട്രം. ഏതാണ്? സ്പെക്ട്രം ആണ് മക്കളെ ഇവിടെ ആൻസർ. ഏതാണ് ആൻസർ? സ്പെക്ട്രം. കിട്ടിയോ? അപ്പൊ ഇവിടെ നോക്കിയേ, സാമൂഹ്യ സുരക്ഷാ മിഷൻ, ആ വാക്ക് ആദ്യം പഠിക്കാം. സാമൂഹ്യ നീതി വകുപ്പ് എന്നൊരു വകുപ്പ് കേരളത്തിലുണ്ട് അല്ലെ. കേരള സാമൂഹ്യ നീതി വകുപ്പ്. കേരള സാമൂഹ്യ നീതി വകുപ്പ് നിലവിൽ വന്ന വർഷം 975. സാമൂഹ്യ നീതി വകുപ്പ് നിലവിൽ വന്ന വർഷം 975. സാമൂഹ്യ നീതി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഇപ്പോഴത്തെ മന്ത്രി ആർ ബിന്ദു. ആരാണ്? ആർ ബിന്ദു. ഇപ്പോഴത്തെ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ആരാ? ആർ ബിന്ദു ആണ്. സാമൂഹ്യ നീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന ചില പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്നുണ്ട്. എന്റെ മക്കളെ, കാര്യങ്ങൾ മനസ്സിലായോ? ഞാൻ ഈ പറഞ്ഞ എന്തെങ്കിലും കാര്യം മനസ്സിലായോ? മനസ്സിലാവണം. അതായത് ഈ പരീക്ഷകളിലൊക്കെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ ഒരു പ്രസ്താവന അവിടെ കൊടുത്തിരിക്കും. അപ്പൊ ഇത് മനസ്സിലാക്കിയാൽ പകുതി വിജയിച്ചു എന്ന അർത്ഥം. സാമൂഹ്യ നീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കുന്ന പ്രോജക്റ്റുകളുണ്ട്. ആർക്കൊക്കെ വേണ്ടിയാണ് സാമൂഹ്യ നീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന പ്രോജക്റ്റ് നടപ്പിലാക്കി നോക്കിയാലോ? വനിതകൾ. ആരാണ്? വനിതകൾ, വിധവകൾ, അഗതികൾ. ആരൊക്കെയാ? അഗതികൾ. ആരാരും ഇല്ലാത്തവരാണല്ലോ മക്കളെ അഗതികൾ. അഗതികൾ, വിധവകൾ, വനിതകൾ, ഭിന്നശേഷിക്കാർ, വികലാംഗർ, ഭിന്നശേഷിക്കാർ. ആരൊക്കെയാ പറഞ്ഞേ? വനിതകൾ, വിധവകൾ, ഭിന്നശേഷിക്കാർ, ഒറ്റപ്പെട്ട് കഴിയുന്നവർ, ട്രാൻസ്ജെൻഡേഴ്സ്. ഏതാണ്? ട്രാൻസ്ജെൻഡേഴ്സ്, ഭിന്നശേഷിക്കാർ, ട്രാൻസ്ജെൻഡേഴ്സ്, കുട്ടികൾ. ഏതാണ്? കുട്ടികൾ. അപ്പൊ ഇവരുമായിട്ട് ട്രാൻസ്ജെൻഡേഴ്സ് കിട്ടിയോ? ഇവരുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി ഒരു പ്രോജക്റ്റ് ചോദിച്ചാൽ മക്കളെ നിങ്ങൾ പറയണം. അതുപോലെ വയോജനങ്ങൾ പറയാൻ വിട്ടതാ. വയോജനങ്ങൾ, കുട്ടികൾ, വയോജനങ്ങൾ, സ്ത്രീകൾ, പിന്നോക്കാവസ്ഥയിലുള്ളവർ, അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സ്, ഭിന്നശേഷിക്കാർ. ഇവരുമായി ബന്ധപ്പെടുത്തി ഒരു പ്രോജക്റ്റ് ചോദിച്ചാൽ നിങ്ങൾ എഴുതും. എന്താ? സാമൂഹ്യ നീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കിയതാണ്. സാമൂഹ്യ നീതി വകുപ്പ് സ്ഥാപിച്ച വർഷം 975. ഓക്കെ, 975. സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിൽ സാമൂഹ്യ സുരക്ഷാ മിഷൻ സ്ഥാപിച്ചെന്ന 2008. ഓക്കെ, 2008. കിട്ടിയോ? കാര്യങ്ങളോ കിട്ടിയോ മക്കളെ? പ്രോജക്റ്റ് കിട്ടിയോ? സ്പെക്ട്രം മനസ്സിലായല്ലോ. ബാക്കിയുള്ള നോക്കാം. ജീവനം പ്രോജക്റ്റ് എന്താ നോക്കണം, ശരണ്യ നോക്കണം ഇല്ലേ. നോക്കിയേ, ജീവനത്തിലേക്ക് പോവാം. ജീവനം പ്രോജക്റ്റ്, അതായത് നോക്കിയേ, നമ്മൾ ജയിൽ തടവുകാരൊക്കെ കാണുന്നുണ്ട് അല്ലേ. പല കാരണങ്ങൾ കൊണ്ട് വിചാരണ തടവുകാരുണ്ട്, അല്ലാത്ത തടവുകാരുണ്ട്, ശിക്ഷ അനുഭവിക്കുന്നവരുണ്ട്. അപ്പൊ നോക്കിയേ, കുറ്റകൃത്യത്തിന് ഇരയായവരായല്ലോ, അവരുടെ ആശ്രിതർക്ക് ജീവനം സ്വയം തൊഴിൽ പദ്ധതിയുണ്ട്. അതായത് കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നവര്, ഒരാളൊരു കുറ്റം ചെയ്തു, പറ്റിപ്പോയി, ക്രൈം തന്നെയാണ്, ക്രൈം സീൻ ക്രൈം തന്നെയാണ്. അപ്പൊ ക്രൈമുമായി ബന്ധപ്പെട്ട് കഴിയുമ്പോൾ അവന്റെ കുടുംബത്തിലുള്ള അല്ലെങ്കിൽ അവന്റെ ആശ്രിതരെ ഏത് രീതിയിൽ സമൂഹം കാണുമെന്ന് നമുക്കറിയാം ഇല്ലേ. അപ്പൊ അവർക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം. കുറ്റകൃത്യത്തിന് ഇരയാവുന്നവരുടെ ആശ്രിതർക്കുള്ള ജീവനം സ്വയം തൊഴിൽ പദ്ധതിയാണ്. ഏതാണ്? ജീവനം സ്വയം തൊഴിൽ പദ്ധതിയാണ്. യോഗ്യരായ ആൾക്കാർക്ക് 20,000 രൂപ ഒറ്റത്തവണ ധനസഹായം നൽകും. ഒറ്റത്തവണ മാക്സിമം 1 ലക്ഷം വരെ പോകാറുണ്ട്. ഒറ്റത്തവണ 20,000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഏതാ? ജീവനം പദ്ധതി. ഓക്കെ, അടുത്തൊരു പ്രോജക്റ്റ് നോക്കാം. ശരണ്യ. സ്ത്രീകള്, അമ്മമാര്,
വിധവകള്, വിവാഹമോചിതരായവര് എന്നീ പിന്നോക്ക അവസ്ഥയിലുള്ള വനിതകൾക്ക് വേണ്ടി ആരംഭിച്ച സ്വയം തൊഴിൽ പദ്ധതിയാണ് ഏതാ? ശരണ്യ. ഏതാണ്? ശരണ്യ. ആരാ? ശരണ്യ പ്രോജക്റ്റ്. അമ്മമാര്, വിവാഹമോചിതരായ വനിതകള്, അതുപോലെ പിന്നോക്ക അവസ്ഥയിലുള്ള വനിതകള് എന്നീ അവസ്ഥയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ. ഏതാണ്? ശരണ്യ. കിട്ടിയോ മക്കളെ? കിട്ടിയോ? ഇപ്പൊ 2 പ്രോജക്റ്റ്, ജീവനം മനസ്സിലായി, ശരണ്യ കിട്ടി, സ്പെക്ട്രം മനസ്സിലായി. ഇനി ഓപ്ഷനിൽ കിടക്കുന്ന അടുത്ത ഒന്നാണ് സ്നേഹപൂർവം. 2 രീതിയിൽ സ്നേഹപൂർവം പറയാം. 2 രീതിയിൽ സ്നേഹപൂർവം പറയാം. നോക്കാം. അതായത് മാതാപിതാക്കൾ 2 പേർ മരിക്കുകയോ ഒരാൾ മരിക്കുകയോ ജീവിച്ചിരിക്കുന്നയാൾക്ക് കുട്ടിയെ നോക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വരികയും ചെയ്യുന്ന അവസ്ഥ. ലെങ്തി ആയിട്ട് തോന്നും. മാതാപിതാക്കൾ 2 പേർ മരിക്കുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയോ ജീവിച്ചിരിക്കുന്നയാൾക്ക് കുട്ടിയെ നോക്കുവാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വരികയാണെങ്കിൽ ആ കുഞ്ഞിന്റെ വിദ്യാഭ്യാസം നിലയ്ക്കാറല്ലേ പതിവ്? അത് പറ്റരുത്. അതിനുവേണ്ടി അവരുടെ ബന്ധുമിത്രാദികളോടൊപ്പം നിർത്തി അതിന്റെ പഠനം മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കൊണ്ടുവന്ന പ്രോജക്റ്റാണ് ഏതാ? സ്നേഹപൂർവം. കിട്ടിയോ? സ്നേഹപൂർവ്വം മനസ്സിലായോ? മാതാപിതാക്കൾ 2 പേർ മരിക്കുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയോ ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടിയെ നോക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വരുമ്പോൾ ആ കുഞ്ഞിന്റെ വിദ്യാഭ്യാസം അവരുടെ ബന്ധുമിത്രാദികളോടൊപ്പം നിർത്തി നടപ്പിലാക്കുന്ന പ്രോജക്റ്റാണ് ഏത്? സ്നേഹപൂർവം. 1. 2, എയ്ഡ്സ് ബാധിതരുടെ മക്കൾക്ക് പ്രത്യേക കരുതൽ. എയ്ഡ്സ് ബാധിതരുടെ മക്കൾക്ക് പ്രത്യേക കരുതൽ നൽകുന്ന പ്രോജക്റ്റും ഏതാണ്? സ്നേഹപൂർവമാണ്. സ്നേഹപൂർവമാണ്. കിട്ടിയോ? കിട്ടിയോ മക്കളെ? അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് കുറെ അനുബന്ധ പ്രോജക്റ്റുകൂടെ പഠിക്കാം നമുക്ക്. മെയിനായിട്ട് സാമൂഹ്യ നീതി വകുപ്പ് സ്ഥാപിച്ച വർഷം 975. സാമൂഹ്യ നീതി വകുപ്പിന്റെ അണ്ടറിൽ സാമൂഹ്യ സുരക്ഷാ മിഷൻ പ്രവർത്തനം ആരംഭിച്ചത് 2008. ഓക്കെ. ഈ സാമൂഹ്യ സുരക്ഷാ മിഷൻ പ്രോജക്റ്റുകൾ തയ്യാറാക്കുന്ന ആർക്കൊക്കെ വേണ്ടിയാ? വനിതകൾ, വിധവകൾ, അഗതികൾ, ഭിന്നശേഷിക്കാർ, കുട്ടികൾ, വയോജനങ്ങൾ, ട്രാൻസ്ജെൻഡേഴ്സ്, ഭിന്നശേഷിക്കാർ. കിട്ടിയോ മക്കളെ? കിട്ടിയോ? സ്പീഡായി പോയോ? ഒന്നുകൂടെ പറയണോ? നോക്കിയേ. ആർക്കൊക്കെ വേണ്ടിയാ? വനിതകൾ, വിധവകൾ, അഗതികൾ, അതുപോലെ ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ, കുട്ടികൾ, ട്രാൻസ്ജെൻഡേഴ്സ്, പിന്നോക്കാവസ്ഥയിലുള്ള ആൾക്കാർ. ഇവർക്കൊക്കെ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ അത് സാമൂഹ്യ നീതി വകുപ്പ്, സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന ആയിരിക്കും. ഈ പോയിന്റ് മക്കള് കാണാതെ പഠിച്ചു വെച്ചോ. ഒരു മാർഗമാണ്, ഷോർട്ട് ആണ് അത്. ഓക്കെ. കിട്ടിയോ? പ്രസ്താവന രീതി വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കണം. നിങ്ങൾ പഠിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ പെട്ടെന്ന് പഠിക്കുന്ന ആൾക്കാർക്ക് മാർക്ക് കിട്ടണ്ടേ? അപ്പൊ ഈ ഒരു പോയിന്റ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ. അടുത്തത് സ്നേഹപൂർവ്വം മനസ്സിലായി. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം. സ്നേഹസ്വാന്തനം. നമുക്കറിയാം കാസർഗോഡ് ഒരു വലിയ ദുരന്തം ഉണ്ടായിട്ടുണ്ട്. കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സമഗ്ര പുരോഗതി ലക്ഷ്യം വെച്ചുള്ള പ്രോജക്റ്റ് ആണ് ഏതാ? സ്നേഹസ്വാന്തനം. കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സമഗ്ര പുരോഗതി ലക്ഷ്യം വെച്ചുള്ള പ്രോജക്റ്റ് ആണ് ഏതാ മക്കളെ? സ്നേഹസ്വാന്തനം. ഓക്കെ. ഇനി അടുത്ത സ്നേഹസ്പർശം നോക്കാം. സ്നേഹസ്പർശം നോക്കിയേ. അവിവാഹിതരായ അമ്മമാരുടെയും അവരുടെ കുട്ടികളുടെയും പുനരധിവാസം ഉറപ്പാക്കുന്ന പ്രോജക്റ്റ് ആണ് ഏതാ? സ്നേഹസ്പർശം. ഏതാണ്? അവിവാഹിതരായ അമ്മമാരുടെയും അവരുടെ കുട്ടികളുടെയും പുനരധിവാസം ഉറപ്പാക്കുന്ന പ്രോജക്റ്റ് ആണ് ഏതാ? സ്നേഹസ്പർശം. അപ്പൊ നോക്കിയേ. സ്നേഹപൂർവം പറഞ്ഞു. ഒരു സ്നേഹമയമാണല്ലേ? സ്നേഹപൂർവം ഏതാ? എയ്ഡ്സ് ബാധിതരുടെ മക്കൾക്ക് പ്രത്യേക കരുതൽ. ഏതാ? സ്നേഹപൂർവം. മറ്റൊരു രീതി പറഞ്ഞാൽ മാതാപിതാക്കൾ 2 പേർ മരിക്കുകയോ ഒരാൾ മരിക്കുകയോ 2 പേർ മരിക്കുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയോ ജീവിച്ചിരിക്കുന്നയാൾക്ക് കുട്ടിയെ നോക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വരുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അവരുടെ ബന്ധുമിത്രാദികളോടൊപ്പം നിർത്തി ആർജിച്ചെടുക്കാൻ വേണ്ടി സ്ഥാപിച്ച ഒരു പ്രോജക്റ്റ് ആണ് ഏതാ? സ്നേഹപൂർവം. ഇനി സ്നേഹസ്വാന്തനം. കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സമഗ്ര പുരോഗതി ലക്ഷ്യം വെച്ചുള്ള പ്രോജക്റ്റ് ആണ് ഏതാ? സ്നേഹസ്വാന്തനം. ഓക്കെ. സ്നേഹസ്പർശം എന്താ? അവിവാഹിതരായ, അതായത് നമുക്കറിയാം സമൂഹത്തിൽ ചതിക്കപ്പെടുന്ന സ്ത്രീകൾ, അവിവാഹിതരായ അമ്മമാരുടെയും അവരുടെ കുട്ടികളുടെയും പുനരധിവാസം ഉറപ്പാക്കുന്ന പ്രോജക്റ്റ് ആണ് ഏതാ? സ്നേഹസ്പർശം. ഓക്കെ. ഇനി അടുത്ത് നോക്കിയേ. സ്നേഹധാര. വളർച്ചാ വൈകല്യങ്ങളുള്ള 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള സൗജന്യ ആയുർവേദ ചികിത്സ പ്രോജക്റ്റ് ആണ് ഏതാ? സ്നേഹധാര. ഏതാണ്? സ്നേഹധാര പദ്ധതി. ആയുർവേദ വകുപ്പിന്റെ പ്രോജക്റ്റ് ആണ്. അപ്പൊ ആയുഷ് എന്താന്നൊക്കെ ചോദിക്കും കേട്ടോ. ആയുഷ് ചികിത്സാ രീതി എന്താ?
എന്തായാലും വായി വന്നില്ലേ? ആയുഷ് ചികിത്സാ രീതിയിൽ PSC എപ്പോഴും ചോദിക്കുന്ന, അപൂർവങ്ങളിൽ അപൂർവമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആയുഷ് ചികിത്സാ രീതിയിൽ പെടാത്തത് ഏതാണ്? ആയുർവേദം, ഹോമിയോപ്പതി, നാച്ചുറോപ്പതി, അലോപ്പതി. ഏതാ? അലോപ്പതിയാണ്. ആയുർവേദം പെടും, ആയുർവേദം പെടും, ഹോമിയോ പെടും, യുനാനി വരും, പ്രകൃതി ചികിത്സയൊക്കെ വരും. അലോപ്പതി ഒഴികെയുള്ള എല്ലാം ആയുഷ് ചികിത്സാ രീതിയാണ്. ഓക്കെ. അപ്പോൾ വളർച്ചാ വൈകല്യങ്ങളുള്ള 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള സൗജന്യ ആയുർവേദ ചികിത്സാ പ്രോജക്റ്റ് ആണ് ഏതാ? സ്നേഹധാര. സ്നേഹധാര. ഓക്കെ. സ്നേഹക്കൂട് നോക്കാം. സ്നേഹക്കൂട് നോക്കിയേ എന്താണ്? മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സുഖം പ്രാപിച്ചവർക്ക് കേരള സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന പുനരധിവാസ പദ്ധതിയാണ് ഏതാ? സ്നേഹക്കൂട്. അപ്പൊ മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ഈ സുഖം പ്രാപിച്ചു വരുന്നവരുണ്ടല്ലോ, അവരെയും കാണുന്ന ഏത് കണ്ണിലൂടെ ആയിരിക്കും നമ്മൾ? ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ എങ്ങനെ കാണുന്നേ? സമൂഹത്തിന്റെ ഒരു സാധ്യത അങ്ങനെയാണല്ലോ. അപ്പൊ മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ സുഖം പ്രാപിച്ചു വരുന്നവർക്ക് കേരള സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന പുനരധിവാസ പ്രോജക്റ്റ് ആണ് ഏതാ മക്കളെ? സ്നേഹക്കൂട്. ഒരു കൂട് കൂട്ടി, സ്നേഹക്കൂട്. ഓക്കെ. അടുത്തതിലേക്ക് പോവാം. സ്നേഹയാനം. നോക്കിയേ, സ്നേഹയാനം. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ നിർധനരായ മാതാവിന്, നോക്ക്, ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ നിർധനരായ അമ്മമാർക്ക്, മാതാവിനാണ് സൗജന്യമായി ഈ ഓട്ടോറിക്ഷ, ഇലക്ട്രിക് ഓട്ടോറിക്ഷ നൽകുന്ന പ്രോജക്റ്റ് ആണ് മാതൃയാനം. മാതൃയാനം. ഏതാണ്? സ്നേഹയാനം. മാതൃയാനല്ല, സ്നേഹയാനം. ഓക്കെ. അടുത്ത പ്രോജക്റ്റിലേക്ക് പോവാം. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നടക്കാം. അടുത്ത ക്വസ്റ്റ്യനും ഒരു സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ്. ആഗ്നേയ ഗ്രന്ഥിയിലെ ഏത് കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്? അപ്പൊ ആഗ്നേയ ഗ്രന്ഥി എന്താണ്? ആഗ്നേയ ഗ്രന്ഥി പാൻക്രിയാസ്. ആഗ്നേയ ഗ്രന്ഥി പാൻക്രിയാസ് ആണ്. ആഗ്നേയ ഗ്രന്ഥി പാൻക്രിയാസ്. ഓക്കെ. ആഗ്നേയ ഗ്രന്ഥി ഏതാ? പാൻക്രിയാസ്. എവിടെയാണ് ആഗ്നേയ ഗ്രന്ഥി ഇരിക്കുന്നത്? അപ്പൊ ഈ ക്വസ്റ്റിന്റെ ആൻസറിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് എന്റെ മക്കൾ ഇങ്ങോട്ട് നോക്കിയേ, എവിടെയാണ് ആഗ്നേയ ഗ്രന്ഥി ഇരിക്കുന്നത്? നോക്ക്, ഈ ഫോട്ടോ കണ്ടിട്ട് എന്തുപോലെ തോന്നുന്നു? ആമാശയമാണല്ലേ? ആമാശയം കണ്ടോ? ഓക്കെ. ആമാശയത്തിന് ഇവിടെ വെച്ച് ആമാശയം അവസാനിച്ചു. ഓക്കെ. ഇവിടെ നിന്ന് ഒരു 11 സെന്റിമീറ്റർ ആമാശയത്തിന് താഴെ ഈ ഒരു C പോർഷൻ കാണുന്നുണ്ടോ? ഇതാണ് പക്വാശയം എന്ന് പറയും. എന്ത് പറയും? ആമാശയം എൻഡ് ചെയ്യുന്നിടത്ത് നിന്ന് ചെറുകുടൽ തുടങ്ങുക. എൻ്റെ മക്കളെ, ഇവിടെ ഈ കാണുന്ന ആമാശയം, ഇവിടെ വെച്ച് ആമാശയം അവസാനിച്ച് പിന്നെ ചെറുകുടലാണ്. ചെറുകുടൽ അതിന്റെ ആരംഭ ഭാഗമാണ് പക്വാശയം. ആ പക്വാശയത്തിൽ നിന്ന് 11 സെന്റിമീറ്റർ നീളത്തിൽ കാണുന്ന ഒരു ഗ്രന്ഥിയാണ് ഏതാ മക്കളെ? പാൻക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥി. പാൻക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥി. കണ്ടല്ലോ. ആഗ്നേയ ഗ്രന്ഥിയില് എന്താണ് ആഗ്നേയ ഗ്രന്ഥിയുടെ പ്രത്യേകത അറിയാമോ? കുമ്പിടി ഗ്രന്ഥിയാ. എന്താ കുമ്പിടി എന്ന് പറഞ്ഞാൽ? അവിടെയുണ്ട്, ഇവിടെയുണ്ട് എന്ന് വെച്ചാൽ അന്തസ്രാവീയമാണ്, ബാഹ്യസ്രാവീയമാണ്. മക്കളെ, ഹോർമോണും തരും, എൻസൈമും തരും. അന്തസ്രാവിയായിട്ടും പ്രവർത്തിക്കും. അന്തസ്രാവി എന്ന് പറഞ്ഞാൽ ഹോർമോൺ തരുന്ന ഗ്രന്ഥികളെ അന്തസ്രാവി ഗ്രന്ഥി എന്ന് വിളിക്കും. മക്കളെ, ഹോർമോൺസ് ഇല്ലേ നിങ്ങൾക്ക്? നിങ്ങളുടെ ശരീരത്തിൽ ഹോർമോൺസ് ഉണ്ടോ? മക്കളെ, ക്ലാസ് കാണുമ്പോൾ പലരും ഉറങ്ങാറില്ലേ? നമ്മൾ ചില ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ഉറക്കം വരത്തില്ലേ? ഉറക്കം ഒരു കുറ്റമാണോ? ഉറക്കം ഒരു വികാരമാണ്. അത് വികാരമാണ്. ഹോർമോൺ ഒരു ഉൽപാദനം കൂടുമ്പോഴാണ് ഉറക്കം വരുന്നത്. നിങ്ങൾ ഇനി ഉറക്കം വരുമ്പോൾ സാറുമാരോട് പറയുക, സാർ ഹോർമോൺ കൂടി. ഏത് ഹോർമോൺ? മെലാറ്റോണിൻ. ഉറക്കത്തെ നിയന്ത്രിക്കുന്ന മെലാറ്റോണിൻ. നിങ്ങളെ ഉണർത്തുന്ന ആരാ? അമ്മയൊന്നും പറയരുത്. ആരാ? സെറാറ്റോണിൻ. ഉണർത്താന് നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുക ഹോർമോൺസ് ഉണ്ടല്ലേ? ആ ഹോർമോണുകളെ തരുന്ന ഗ്രന്ഥിയാണ് അന്തസ്രാവി ഗ്രന്ഥി. ഈ എൻസൈമുകളെ തരുന്ന ഗ്രന്ഥിയാണ് ബാഹ്യസ്രാവി ഗ്രന്ഥി അല്ലെങ്കിൽ ബഹിർസ്രാവി ഗ്രന്ഥി. ഏതാണ്? ബാഹ്യസ്രാവി ഗ്രന്ഥി അല്ലെങ്കിൽ ബഹിർസ്രാവി ഗ്രന്ഥി. ഇപ്പൊ ഗ്രന്ഥികള് 2 ടൈപ്പ് നമ്മൾ മനസ്സിലാക്കി. അന്തസ്രാവിയുണ്ട്, ബാഹ്യസ്രാവിയുണ്ട്. എന്നാൽ ആഗ്നേയ ഗ്രന്ഥി കുമ്പിടിയാണ്. 2 ഘട്ട ഗ്രന്ഥിയാ. അന്തസ്രാവിയായിട്ടും ബാഹ്യസ്രാവിയായും പ്രവർത്തിക്കുന്നു. ഓക്കെ. അന്തസ്രാവിയായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്, ബാഹ്യസ്രാവിയായും പ്രവർത്തിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? അപ്പം അന്തസ്രാവിയായിട്ടും ബാഹ്യസ്രാവിയായും പ്രവർത്തിക്കുന്ന ഗ്രന്ഥി ഏതാ?
ആഗ്നേയഗ്രന്ഥി, പാൻക്രിയാസ്. ആ പാൻക്രിയാസിൽ ഏത് കോശങ്ങളാണ് ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കുന്നത്? പാൻക്രിയാസിനകത്ത് ഒരു കൂട്ടം കോശങ്ങളുണ്ട്, ഒരു കൂട്ടം കോശങ്ങൾ. ആ കോശക്കൂട്ടങ്ങളുടെ പേരാണ് മക്കളെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഈസ്ലറ്റ്സ് ഓഫ്, എഴുതുമ്പോ ഈസ്ലറ്റ്സ്, ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. കണ്ടുപിടിച്ചത് പോൾ ലാംഗർഹാൻസ്. കണ്ടുപിടിച്ചത് വല്ല ശശിന്നോ ബിജുന്നോ ആയിരുന്നെങ്കിൽ ഐലറ്റ്സ് ഓഫ് ശശി എന്നൊക്കെ വിളിക്കാം. പക്ഷെ ഇവിടെ കണ്ടുപിടിച്ച ലാംഗർഹാൻസ്, പേര് കിട്ടിയല്ലോ, ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. അതില് മെയിനായിട്ടും 5 ടൈപ്പ് സെല്ലുണ്ട്. പേടിക്കണ്ട, 2 ടൈപ്പ് നിങ്ങൾ പഠിച്ചാൽ മതി, 2 എണ്ണം പഠിച്ചാൽ മതി, ആൽഫ ടൈപ്പും ബീറ്റ ടൈപ്പും. അപ്പൊ ആൽഫ ടൈപ്പ് സെല്ലും ഉണ്ട്, ബീറ്റ ടൈപ്പ് സെല്ലും ഉണ്ട്. ഓക്കെ, ആൽഫ ടൈപ്പ് സെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഗ്ലൂക്കഗോൺ. ഗ്ലൂക്കഗോൺ, ഗ്ലൂക്കഗോൺ. ബീറ്റ കോശം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ. ബീറ്റ കോശം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ. ആൽഫ കോശം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാ? ഗ്ലൂക്കഗോൺ. ബീറ്റ കോശം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാ? ഇൻസുലിൻ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ആഗ്നേയ ഗ്രന്ഥിയിലെ ഏത് കോശങ്ങളാണ് ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കുന്നത്? ഏത് കോശം മക്കളെ? ഏത് കോശമാണ് മക്കളെ? ബീറ്റ കോശം. ആൻസർ ഉണ്ടോ നോക്ക്. ഓപ്ഷൻസ്: ആൽഫ കോശം അല്ല, അത് ഗ്ലൂക്കഗോൺ ആണ്. ടൈപ്പ് 1 കോശം അതല്ല. ഗാമ കോശം അതുമല്ല. ഏതാണ്? ബീറ്റ കോശം. നമ്മുടെ ആൻസർ റെഡി, ബീറ്റ കോശം. സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? എന്താണ് ബീറ്റ കോശം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേര്? ഇൻസുലിൻ. ഇൻസുലിൻ. ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിനെ കുറിച്ച് 2 വാക്ക്. ഇൻസുലിൻ അടങ്ങിയിരിക്കുന്ന ധാതു സിങ്ക് ആണ്. ഇൻസുലിൻ അടങ്ങിയ ധാതു ഏതാ? സിങ്ക് ആണ്. ഇൻസുലിനെ കണ്ടെത്തിയ ആരാ? ഫ്രെഡറിക് ബാന്റിങ്ങും ചാൾസ് ബെസ്റ്റും. ഫ്രെഡറിക് ബാന്റിങ്ങും ചാൾസ് ബെസ്റ്റും. അപ്പൊ ഇൻസുലിനെ കണ്ടെത്തിയ ആരൊക്കെയാ മക്കളെ? ഫ്രെഡറിക് ബാന്റിങ് ആൻഡ് ചാൾസ് ബെസ്റ്റ്. 921 ഫ്രെഡറിക് ബാന്റിങ് ചാൾസ് ബെസ്റ്റ് 921 കണ്ടെത്തി. ഈ ഫ്രെഡറിക് ബാന്റിങ്ങിന്റെ ജന്മദിനം നവംബർ 14 ജവഹർലാൽ നെഹ്റുവിനൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ ഫ്രെഡറിക് ബാങ്ക് ജന്മദിനം നവംബർ 14 ലോക പ്രമേഹ ദിനം. ലോക പ്രമേഹ ദിനം. കിട്ടിയോ? അപ്പം ഇൻസുലിനെ പറ്റി ഒരു 2-3 പോയിന്റ് പറഞ്ഞിട്ടുള്ളൂ. ഇൻസുലിനെ കണ്ടെത്തിയ ആരാ? ഫ്രെഡറിക് ബാന്റിങ്ങും ചാൾസ് ബെസ്റ്റും. ഇൻസുലിൻ അടങ്ങിയ ധാതുവാണ് സിങ്ക്. ഫ്രെഡറിക് ബാന്റിങ്ങിന്റെ ജന്മദിനമാണ് നവംബർ 14 ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നു. കിട്ടിയോ? ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്ന ആരുടെ ജന്മദിനമാ? ഫ്രെഡറിക് ബാന്റിങ്ങിന്റെ ജന്മദിനം. പ്രമേഹ രോഗിക്ക് കഴിക്കാവുന്ന പഞ്ചസാരയുടെ പേര് അസ്പാർട്ടം. ഏതാണ്? അസ്പാർട്ടം. ഏതാണ്? അസ്പാർട്ടം. ഓക്കെ, അസ്പാർട്ടം. അപ്പൊ കുറെ അധികം കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ടെന്ന് മക്കൾ അറിയാലോ. ഇതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ട് നമ്മുടെ ആപ്പിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രമേഹം എന്താണെന്നൊക്കെ ടൈപ്പ് 1 ടൈപ്പ് 2 ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ ആൻസർ കിട്ടിയല്ലോ. ആഗ്നേയ ഗ്രന്ഥിയിലെ ഏത് കോശങ്ങളാണ് ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കുന്നത്? ഏതാ? ബീറ്റ കോശങ്ങൾ. ആൽഫ കോശം എന്ത് ഉൽപ്പാദിപ്പിക്കും? ഗ്ലൂക്കഗോൺ. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് എത്ര? രക്തത്തിലെ ഗ്ലൂക്കോസ് അളവ് എത്രയാ? ആലോചിച്ച് നോക്ക്. 70 മുതൽ 110 മില്ലിഗ്രാം. ഓക്കെ, 70 മുതൽ 110 മില്ലിഗ്രാം. 100 ml രക്തം എടുത്താൽ, എത്ര ml എടുത്താൽ? 100 ml രക്തം എടുത്താൽ രക്തത്തിലെ ഗ്ലൂക്കോസ് അളവ് 70 മുതൽ 110 മില്ലിഗ്രാം ആണ്. പ്രഭാത ഭക്ഷണത്തിന് മുമ്പുള്ള രക്തപരിശോധനയിൽ, അതായത് ഒരു സാധാരണ മനുഷ്യന്റെ രക്തത്തിലെ ഗ്ലൂക്കോസ് അളവ് 70-നും 110-നും ഇടയിലാണ്. എന്നാൽ പ്രഭാത ഭക്ഷണത്തിന് മുമ്പുള്ള രക്തപരിശോധനയിൽ ഗ്ലൂക്കോസിന്റെ അളവ് 126 മില്ലിഗ്രാമോ അതിന് മുകളിലോട്ടോ ആയാൽ ആ രോഗിയെ നമുക്ക് വിളിക്കാം പ്രമേഹ രോഗി എന്ന് വിളിക്കാം, ഡയബറ്റിസ് മെലിറ്റസ് എന്ന് വിളിക്കാം, ഹൈപ്പർ ഗ്ലൈസീമിയ കണ്ടീഷൻ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ പ്രഭാത ഭക്ഷണത്തിന് മുമ്പുള്ള രക്തപരിശോധനയിൽ ഗ്ലൂക്കോസിന്റെ അളവ് എത്രയായാലാണ് പ്രമേഹം എന്ന് അനുമാനിക്കുന്നത്? 126 മില്ലിഗ്രാമോ അതിന് മുകളിലോട്ടോ ആയാൽ. അത്തരത്തിലുള്ളവർക്ക് നമ്മൾ എന്തെടുക്കും? ഇൻസുലിൻ എടുക്കും. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ. കുറയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഇൻസുലിൻ. കൂട്ടാൻ സഹായിക്കുന്ന ഹോർമോൺ ഗ്ലൂക്കഗോൺ. കിട്ടിയോ? അപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ.
ഒരു ചെറിയ ചോദ്യം ചോദിച്ചു, നമ്മൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുക, നമ്മുടെ ആപ്പിലുള്ള മുഴുവൻ കണ്ടന്റ്, ആ വിശദമായ കാര്യങ്ങൾ നിങ്ങൾ കണ്ടുപഠിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. ഓക്കെ, പ്രമേയം ഞാൻ നിങ്ങളോട് പറഞ്ഞു. നോക്കിയേ, പ്രമേയം ബാധിച്ച കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ് ഡാഷ്. ഇത് കഴിഞ്ഞ ഓണത്തെ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആണ്, ഡ്രൈവർ ഗൈഡിലെ ക്വസ്റ്റ്യൻ ആണ്. ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പ്രമേഹം എത്ര ടൈപ്പ് ഉണ്ട്? 3 ടൈപ്പ് പ്രമേഹം. എത്ര ടൈപ്പ് പ്രമേഹമുണ്ട്? 3 ടൈപ്പ് പ്രമേഹമുണ്ട്. പ്രമേയം എത്ര ടൈപ്പ് ഉണ്ട് മക്കളെ? 3 ടൈപ്പ്. അതില് ടൈപ്പ് 1 ഞാൻ ആദ്യം എഴുതാം. ടൈപ്പ് 1 നിങ്ങളിത് കാണണം, എഴുതി വെക്കണം. ടൈപ്പ് 1. അടുത്തത് ടൈപ്പ് 2. ഓക്കെ, ടൈപ്പ് 1, ടൈപ്പ് 2. മറ്റൊരെണ്ണം ഒരു കണ്ടീഷനാണ്, ഗർഭിണികൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ജെസ്റ്റേഷണൽ ഡയബറ്റിസ്. അതവിടെ നിൽക്കട്ടെ. ജെസ്റ്റേഷൻ ഡയബറ്റിസ് 3 ടൈപ്പ് ഉണ്ടെന്ന് മനസ്സിലായില്ലേ? ഇതില് ജന്മനാ ഉണ്ടാകുന്ന പ്രമേഹമാണ് ടൈപ്പ് 1, ജുവനൈൽ ഡയബറ്റീസ്. ജന്മനാ ഉണ്ടാകുന്ന പ്രമേഹം ഏതാ മക്കളെ? ടൈപ്പ് 1. ജന്മനാ ഉണ്ടാകുന്ന പ്രമേഹം ഏതാ? ടൈപ്പ് 1. അങ്ങനെയാണെങ്കിൽ 40 വയസ്സിന് മുകളിൽ കാണുന്ന പ്രമേയം ടൈപ്പ് 2. സിമ്പിൾ ആണ്. ജന്മനാ ഉള്ളത് ടൈപ്പ് 1. 40 വയസ്സിന് മുകളിൽ കാണുന്ന പ്രമേയം ഏതാണ്? ടൈപ്പ് 2. എടാ, ഒരു കുഞ്ഞ് ജനിച്ചപ്പോഴേ പ്രമേഹോടാ. ഒരു കുഞ്ഞ് ജനിച്ചപ്പോ അമ്മയുടെ വയറ്റിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തോട്ട് വന്നതേ ഉള്ളൂ, അപ്പോഴേ പ്രമേയം. അമിത ഭക്ഷണമാണോ? മദ്യപാനമാണോ? വ്യായാമമില്ലായ്മ കൊണ്ടാണോ? അതോ MDMA അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണോ? ഇതൊന്നും അല്ലല്ലോ. അമ്മയുടെ വയറ്റിൽ കിടന്നപ്പോൾ ഉണ്ടായ പ്രമേഹം അതെന്തായിരിക്കും? അത് ജീവിതശൈലി പ്രമേഹമല്ല. അത് ജന്മനാ ഉണ്ടാകുന്ന പ്രമേയം ഏതാ? ടൈപ്പ് 1. എങ്കിൽ അത് പിന്നെ എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യം നിങ്ങളുടെ പരീക്ഷയുടെ മാർഗാണ്. ഇതുകൂടെ ഒന്ന് പറഞ്ഞില്ലെങ്കിൽ നമുക്കൊരു പൂർണ്ണത വരില്ല. അപ്പൊ ജന്മനാ ഉള്ള പ്രമേയം ടൈപ്പ് 1. സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായി, ഈ വാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓട്ടോ ഇമ്മ്യൂൺ, അതായത് സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായി ടി ലിംഫോസൈറ്റ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ടി ലിംഫോസൈറ്റ്. നമുക്ക് ലിംഫോസൈറ്റ് ഉണ്ടല്ലേ? ടി ലിംഫോസൈറ്റ്, ബി ലിംഫോസൈറ്റ്. ആ ടിക്കകത്ത് 3 ടൈപ്പ് ഒക്കെ നമുക്ക് പഠിക്കാം. അപ്പൊ സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായി ടി ലിംഫോസൈറ്റ് ബീറ്റ കോശങ്ങളെ നശിപ്പിക്കും. കുട്ടിക്ക് ബീറ്റ കോശം ഇല്ല. സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായി ടി ലിംഫോസൈറ്റ് ബീറ്റ കോശങ്ങളെ നശിപ്പിച്ചു. ഈ ബീറ്റ കോശം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ നമ്മൾ മുൻ ക്വസ്റ്റ്യനാ പഠിച്ചു അല്ലേ? ഇൻസുലിൻ. അപ്പൊ കുട്ടിക്ക് എന്ത് ഉൽപ്പാദിപ്പിക്കില്ല? ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കില്ല. ഏത് പ്രമേഹം? ടൈപ്പ് 1. ഓക്കെ, 40 വയസ്സാ. എനിക്ക് 45 വയസ്സുണ്ടെന്ന് കരുതിക്കോ. 40 വയസ്സിന് മുകളിൽ കാണുന്ന പ്രമേഹം ഏതാ? ടൈപ്പ് 2. കയ്യിരിപ്പിന്റെ ഗുണം കൊണ്ടുണ്ടല്ലേ? എൻ്റെ കയ്യിരിപ്പ് 45-50 വയസ്സുണ്ടെന്ന് കരുത്. എങ്കിൽ എനിക്ക് എൻ്റെ കയ്യിരിപ്പിന് ഞാൻ ഉണ്ടാക്കിയ രോഗമാണ്, ജീവിത ശൈലി രോഗമാണ്. പ്രായാധിക്യത്തിൽ ഇൻസുലിൻ ഉൽപാദനം കുറയുന്നു ഓർ നിലയ്ക്കുന്നു. സ്വാഭാവികം. ഏത് പ്രമേയം? ടൈപ്പ് 2. ജീവിത ശൈലി പ്രമേഹം ഏതാ? ടൈപ്പ് 2. ജന്മനാ ഉണ്ടാകുന്നത് ടൈപ്പ് 1. 40 വയസ്സിന് മുകളിൽ ഉണ്ടാകുന്ന പ്രമേയം ഏതാ? ടൈപ്പ് 2. ജീവിതശൈലി പ്രമേയം ഏതാ? ടൈപ്പ് 2. ജുവനൈൽ ഡയബറ്റീസ് ഏതാ? ടൈപ്പ് 1. കിട്ടിയോ? ഇതിലേത് പ്രമേഹമാണ്? നോൺ ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റിസ് മെലിറ്റസ്. കിട്ടിയില്ല അല്ലേ? ഇൻസുലിൻ ഇല്ലാതെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രമേഹം ഏതാ? എൻ്റെ മക്കളൊന്ന് പുകഞ്ഞ് തലയൊന്ന് പുകയട്ടെ. ഇത് പുകഞ്ഞ് പെട്ടെന്ന് കിട്ടിയ നമുക്ക് അതിൻ്റെ ആ റേഞ്ച് മാറിയില്ലേ? നോക്ക്, ഇൻസുലിൻ ഇല്ലാതെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രമേയം ടൈപ്പ് 2. 40 വയസ്സ് കഴിഞ്ഞില്ലേ? ഒന്ന് അടങ്ങിക്കൂടെ? 40 വയസ്സ് കഴിയുമ്പം ഭക്ഷണ ക്രമീകരണത്തിൽ മാറ്റം വരുത്തിക്കൂടെ? ജീവിതശൈലി മാറ്റം വരുത്തിക്കൂടെ? അപ്പം നമ്മളെ ഈ പറയുന്ന ഷുഗർ അടങ്ങിയ സാധനങ്ങളൊക്കെ ഒരു പരിധി വരെ വിട്ട് അതുപോലെ വ്യായാമമൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ടൈപ്പ് 2 പ്രമേഹത്തെ പിടിച്ചു നിർത്താൻ പറ്റും. അപ്പം വ്യായാമത്തിലൂടെയും ഫുഡ് ക്രമീകരണത്തിലൂടെയും നിയന്ത്രിക്കാൻ പറ്റുന്ന പ്രമേഹമാണ് ഏതാ? ടൈപ്പ് 2. അപ്പൊ ഇൻസുലിനുമായി ബന്ധമില്ലാതെ, ഇൻസുലിൻ ഇല്ലാതെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രമേഹം ഏതാ? ടൈപ്പ് 2. കിട്ടിയോ? എന്നാൽ ഇൻസുലിൻ അധിഷ്ഠിതമായ പ്രമേഹം ഏതാ? ടൈപ്പ് 1. ഈ വാക്കുകൾ ഒന്നും മറക്കരുത്. ഇൻസുലിൻ ആശ്രിതമായ പ്രമേഹം, ഇൻസുലിൻ ആശ്രിത പ്രമേഹം, ഇൻസുലിൻ അധിഷ്ഠിതമായ പ്രമേഹം ടൈപ്പ് 1.
നോൺ ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റിസ് മെലിറ്റസ് ഏതാ? ടൈപ്പ് 2. അവർ പ്രമേഹമാണെന്ന് കിട്ടിയോ? ഇവിടെ ടൈപ്പ് 1 ആണ് അല്ലേ? പ്രമേഹം ബാധിച്ച കുട്ടികൾക്കുള്ള പ്രമേഹം ഏതാ? തിരിച്ചു ചോദിച്ച എഴുതത്തില്ലേ? കുട്ടികളിലെ പ്രമേഹം ഏതാ? ടൈപ്പ് 1. ടൈപ്പ് 1 പ്രമേയം നേരിടുന്ന സ്കൂൾ കുട്ടികളുടെ സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പ്രോജക്റ്റ് ആണ് മിഠായി. ഏതാണ് മക്കളെ? മിഠായി. ഏതാണ്? മിഠായി. ബാക്കി ഓപ്ഷൻസ് എല്ലാം ഫേക്ക് ആണ്. മിഠായി, കാരുണ്യമല്ല, കാരുണ്യ ഒരു പ്രോജക്റ്റ് ഉണ്ട്, അതൊക്കെ നമുക്കറിയാം ഇല്ലേ? ലോട്ടറി കച്ചവടത്തിലൂടെയൊക്കെയുള്ള സഹായിക്കുന്ന പാവപ്പെട്ട രോഗികളെ സഹായിക്കുന്ന, അത് നമ്മൾ വിശദമായിട്ട് ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോക്കിയേ, ടൈപ്പ് 1 പ്രമേയം നേരിടുന്ന സ്കൂൾ കുട്ടികളുടെ സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പ്രോജക്റ്റ് ആണ് ഏതാ? മിഠായി. ജീവിതശൈലി രോഗത്തിന് സൗജന്യ രോഗനിർണയം ചികിത്സയും ഉറപ്പാക്കുന്ന പ്രോജക്റ്റ് ഏതാ? അമൃതം ആരോഗ്യം. ജീവിതശൈലി രോഗങ്ങളെ കുറിച്ച് സ്കൂൾ കുട്ടികളെ ബോധവൽക്കരിക്കാൻ ആവിഷ്കരിച്ച പ്രോജക്റ്റ് ഏതാ മക്കളെ? ഏതാ? ലീപ്പ്. ഏതാണ്? ലീപ്പ്. ഇതാ ഇപ്പം ടൈപ്പ് 1 പ്രമേയം നേരിടുന്ന സ്കൂൾ കുട്ടികളുടെ സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പ്രോജക്റ്റ് ആണ് ഏതാ മക്കളെ? മിഠായി. അപ്പം കുറെ അധികം ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചർച്ച ചെയ്തു, കുറെ അധികം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് കുറച്ച് കാര്യം ഇവിടെ പറയാം. അതായത് മക്കളെ, ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? അപ്പം കുറച്ചും കൂടി ഡീപ്പായിട്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. വരുന്ന പരീക്ഷയിൽ നിങ്ങൾ നന്നായിട്ട് സ്കോർ ചെയ്യണം. അതായത് നിസ്സാരമായ ഒരു രീതിയിൽ ഇതിനെ കാണണ്ട. ആധികാരികമായി കാര്യങ്ങൾ പഠിച്ച് പരീക്ഷയെ നേരിട്ടാൽ നമുക്ക് നല്ലൊരു മാർക്ക്, അതായത് ഒരുപാട് വേണമെന്നല്ല പറഞ്ഞേ, നമുക്ക് ആ കട്ട് ഓഫിനേക്കാൾ കുറച്ചും കൂടി മുകളിലോട്ട് കയറി നിൽക്കുന്ന ഒരു സേഫ് സോണിൽ എത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അതായത് ഇങ്ങനെ ഓടിച്ചിട്ട് എല്ലാ കാര്യങ്ങളും നോക്കുക എന്നുള്ളതല്ല. അത് സമയബന്ധിതമായി കൃത്യമായി, അതായത് ഒരാൾ നമ്മളെ ശ്രദ്ധിക്കുന്നു എങ്കിൽ നമ്മൾ നന്നാവും അല്ലേ? നമ്മളെ ഒരാൾ ശ്രദ്ധിക്കുന്നുണ്ട് എങ്കിൽ, അതായത് വീട്ടിൽ ഒരാൾ ഭയങ്കര പ്രഷർ, പഠിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ അമ്മ അച്ഛൻ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ നമ്മളെ ശ്രദ്ധിക്കും തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പഠിക്കും. അതേപോലെ നമുക്ക് കാര്യങ്ങൾ പഠിക്കാൻ എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ക്ലാസ്സുകൾ നമ്മൾ ആപ്പിൽ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. കോംബോ ബാച്ചാണ് ഡ്രൈവർ തസ്തികയ്ക്ക് വേണ്ടി മാത്രമുള്ള ബാച്ചുകളാണ്. ഇതിനകത്ത് പരമാവധി പ്രീവിയസ് ക്വസ്റ്റ്യനുകളും ടോപ്പിക്കുകളും സമയബന്ധിതമായി, അതായത് സ്പെഷ്യൽ മെന്റർഷിപ്പോട് കൂടി സമയബന്ധിതമായി PDF നോട്ട് ഉൾപ്പെടെ എല്ലാം, മോട്ടിവേഷൻ എല്ലാം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ചെയ്തു വരുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഹെൽപ്പ് ലൈൻ നമ്പറുകളുണ്ട്, അതിന് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട, ക്ലാസ്സുകൾ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ള കൂട്ടുകാരെയും കൂടി അറിയിക്കുക. താങ്ക് യു.